സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അൺഅക്കാഡമിയിലേക്ക് സ്വാഗതം. കേരള PSC ആസ്പിറൻസിന് വേണ്ടി അൺഅക്കാഡമി സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പുതിയ യൂട്യൂബ് ചാനലാണ് ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അൺഅക്കാഡമി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. സോ അൺഅക്കാഡമി കേരള PSC ആസ്പിറൻസിന് വേണ്ടി അവതരിപ്പിക്കുന്നു ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് യൂട്യൂബ് ചാനൽ. ഓൾസോ അൺഅക്കാഡമിയിലെ എല്ലാ കണ്ടന്റും ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. സോ ദെൻ ഇന്നത്തെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്ന എന്നെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് അരുൺ ശിവരാമൻ. സോ ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്. 3 വർഷത്തിലധികമായി കേരള PSC, SSC, UPSC സ്റ്റുഡൻസിന് വേണ്ടി വിവിധ സബ്ജക്റ്റുകളിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സോ എൻ്റെ കോർ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റി, ഓൾസോ ജോഗ്രഫി, ദെൻ കേരള ഹിസ്റ്ററി. സോ അൺഅക്കാഡമിയുടെ ലൈവ് ക്ലാസ്സുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെല്ലാം ബെനിഫിറ്റ് ആണ് നമുക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിലൂടെ കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ലൈവ് ക്ലാസ്സസ് ആണ്. സോ നമുക്ക് ഇതുപോലൊരു പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം പോകുന്നതും അവിടുത്തെ ക്ലാസ്സുകൾ എടുക്കുന്നതും ഒക്കെ അസാധ്യമായ ഒരു കാര്യമായിരിക്കും. ബട്ട് നിങ്ങൾക്ക് അതേ എൻവിറോൺമെന്റ് തന്നെയാണ് അൺഅക്കാഡമി പ്ലസ് ഒരുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സസ് കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേറ്ററുമോട് സംസാരിക്കാം, ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. സോ ലൈവ് ക്ലാസ്സസ് എന്നതാണ് ഏറ്റവും ഒരു പ്രൈം ബെനിഫിറ്റ് എന്ന് തന്നെ പറയുന്നത്. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് സ്ട്രക്ചേർഡ് കോഴ്സസ്. ഓക്കെ, സോ നമ്മൾ പലപ്പോഴും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ എവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്കറിയില്ല. സോ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റഡി മെറ്റീരിയൽസ് എന്താണെന്നുള്ളത് അന്വേഷിച്ച് നമ്മൾ ഒരുപാട് സമയം കളയും. ഓക്കെ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, നമുക്ക് മോക്ക് ടെസ്റ്റുകളുടെ ടെംപ്ലേറ്റുകൾ ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അൺഅക്കാഡമി പ്ലസിലൂടെ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് കോഴ്സ് തന്നെ അൺഅക്കാഡമി പ്ലസിൽ നിന്ന് ലഭിക്കുന്നതാണ്. സോ നിങ്ങളുടെ കോഴ്സ് പ്രോപ്പറായി തന്നെ അൺഅക്കാഡമി പ്ലസിൽ സ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എക്സാമിൻ്റെ ബാക്ക് എൻഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ബെനിഫിറ്റ് ആണ് ലൈവ് ടെസ്റ്റുകളും ക്യൂസസും. സോ നമ്മൾ ഏതൊരു എക്സാമിനും എത്ര കണ്ട് പ്രിപ്പയർ ചെയ്താലും പലപ്പോഴും നമ്മൾ എക്സാം ഹാളിൽ പോകുന്ന സമയത്തായിരിക്കും നമ്മൾ ഒരു റിയൽ എക്സാം സിനാരിയോ എന്താണെന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ അപ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ടൈം മാനേജ്മെന്റിനെ ബാധിക്കും. ഓക്കെ, നമ്മൾ എക്സാമിന് വേണ്ടി എന്താണോ നമ്മളുടെ ആൻസറിങ് സ്ട്രാറ്റജി എന്താണോ അത് തന്നെ നമുക്ക് പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ അത്തരം ഇൻസിഡൻസ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് ധാരാളം മോക്ക് ടെസ്റ്റുകൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. സോ അൺഅക്കാഡമി പ്ലസിൽ നിങ്ങൾക്ക് ധാരാളം മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എത്ര സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും എടുക്കാം. ഓൾസോ ഡെയിലി ലൈവ് ക്ലാസ്സസിൽ എഡ്യൂക്കേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് എയർ ചെയ്യും. സോ നിങ്ങൾക്ക് അത് നോക്കാം, നിങ്ങൾക്ക് അപ്പം തന്നെ ആൻസർ ചെയ്യും. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ് അൺലിമിറ്റഡ് ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഒറ്റ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും അൺഅക്കാഡമിയുടെ കണ്ടന്റ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ അൺഅക്കാഡമി പ്ലസ് എന്ന് പറയുന്നത് ഒരു IP ലോക്ക്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ല. നിങ്ങൾക്ക് എത്ര ഡിവൈസ് വേണമെങ്കിലും യൂസ് ചെയ്ത് അൺഅക്കാഡമിയുടെ കണ്ടന്റ് ആക്സസ് ചെയ്യാം. സോ ദെൻ അൺഅക്കാഡമി കൊടുത്തുകൊണ്ടിരിക്കുന്ന ലൈവ് ക്ലാസ്സസിന്റെ ഒരു ചെറിയ ടെംപ്ലേറ്റ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. സോ ജസ്റ്റ് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സെപ്പറേറ്റ് ഫാക്കൽറ്റീസ്, ഓക്കെ, ഫോർ ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. അതാണ് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഫാക്കൽറ്റീനെ അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യണം. ഓൾസോ നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ഫാക്കൽറ്റി, റിപ്പീറ്റഡ് MCQs ഹാൻഡിൽ ചെയ്യാൻ ഒരു ഫാക്കൽറ്റി, മന്ത്ലി കറണ്ട് അഫെയർസ് റിവൈസ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും മറ്റൊരു ഫാക്കൽറ്റി. സോ ഇതൊക്കെയാണ് പ്ലസിലെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോറി, ദെൻ PSCയുടെ ലീഡിംഗ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ഒരു ഡാഷ്ബോർഡാണ്. ഓക്കെ, സോ ഇതിൽ പല എഡ്യൂക്കേറ്റേഴ്സിനെയും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ എല്ലാം ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ അവരുടെ റാൻഡം ക്ലാസ്സസ് അല്ലാതെ അവരുടെ കംപ്ലീറ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. സോ അൺഅക്കാഡമി പ്ലസിലാണ് ഇവരുടെ കംപ്ലീറ്റ് കോഴ്സസ് അവൈലബിൾ ആയിരിക്കുന്നത്. സോ ഇവർ ഏത് എക്സാമിന് എടുക്കുന്ന ക്ലാസ്സസും നിങ്ങൾക്ക് അൺഅക്കാഡമി പ്ലസിലൂടെ അവൈലബിൾ ആണ്. ഓൾസോ ഇവരുടെ ഏറ്റവും റീസെന്റ് ആയ കണ്ടന്റും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും ഇഫ് യു ആർ എ പ്ലസ് സബ്സ്ക്രൈബർ. ഫൈൻ. സോ
ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അൺഅക്കാഡമി വിവിധ ബാച്ചസ്, ഓക്കെ, വിവിധ എക്സാംസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ബാച്ചസിന്റെ ടെംപ്ലേറ്റ് ആണ്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം LDC പ്രിപ്പറേഷൻ 90 ഡേയ്സ് അല്ലേ. സോ ഒരു 90 ഡേയ്സിന് വേണ്ടി അൺഅക്കാഡമി 90 ഡേയ്സിനകത്ത് വരുന്ന ഒരു LDC എക്സാമിന് വേണ്ടി അൺഅക്കാഡമി എക്സ്ക്ലൂസീവ്ലി ഒരു ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ അതിനകത്ത് ഒരു സെറ്റ് ഓഫ് ഫാക്കൽറ്റീസ് ഉണ്ടാവും. അവർ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, സിലബസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ അക്കാഡമിക് കണ്ടന്റ് എല്ലാം ഡെലിവർ ചെയ്യും. അതും ഈ പറയുന്ന ടൈം ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഡെലിവർ ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ലിമിറ്റഡ് ടൈം ഫ്രെയിമിനകത്ത് നിങ്ങളുടെ എന്താ പറയുക അക്കാഡമിക് കണ്ടന്റുകൾ അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, അതെല്ലാം അൺഅക്കാഡമി ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുന്നതായിരിക്കും. സോ അത് വലിയൊരു ബെനിഫിറ്റ് ആണ്, നിങ്ങളുടെ സമയം ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. ദെൻ അൺഅക്കാഡമിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ലാംഗ്വേജ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ധാരാളം കളക്ഷൻ ഓഫ് കോഴ്സസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ആസ്പിറൻസ് നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലാത്ത ആസ്പിറൻസിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവെൻഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ ധാരാളം സമയമെടുക്കുക അല്ലെ. മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനും ലാംഗ്വേജും എല്ലാം. ബട്ട് നമ്മളുടെ ചില ഇൻഹറന്റ് വീക്ക്നെസ്സുകൾ മൂലം നമുക്കത് ചെയ്യാൻ പറ്റാതെ വരും. സോ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ബാങ്ക്, SSC, ഓക്കെ, അതിനെല്ലാം വേണ്ടി ക്ലാസ്സസ് എടുക്കുന്ന എഡ്യൂക്കേറ്റേഴ്സ് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോ ജസ്റ്റ് പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് 160-ലധികം കോഴ്സസ് ആപ്റ്റിറ്റ്യൂഡിലും അതുപോലെ തന്നെ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. ഓക്കെ, സോ ദെൻ മറ്റ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അൺഅക്കാഡമി പ്ലസിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ തന്നെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ മറ്റ് ലീഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും ഒക്കെ ആയിരിക്കും കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുക. ബട്ട് അൺഅക്കാഡമി പ്ലസ് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഓക്കെ ഗ്രാസ്പ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത അത്രയും സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ട കണ്ടന്റുകൾ ഡെലിവർ ചെയ്യുന്നത്. ദെൻ മറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെഡ്യൂൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എവിടെ ഇരുന്നും ഏത് സമയത്തും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. സോ ലേണിംഗ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് അൺഅക്കാഡമി പ്ലസ് ഓഫർ ചെയ്യുന്ന വളരെ വലിയൊരു സർവീസാണ്. സോ അത് മറ്റ് തിരക്ക് പിടിച്ച ആസ്പിറൻസ് അതുപോലെ തന്നെ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അൺഅക്കാഡമി പ്ലസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമ്മളുടെ ലൈവ് ക്ലാസ്സുകളുടെ ബെനിഫിറ്റുകൾ, ഓക്കെ, ആൻസർ പോളുകൾ അറ്റൻഡ് ചെയ്യാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, എഡ്യൂക്കേറ്ററുമായി ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ അനാലിസിസ് ഡാഷ്ബോർഡാണ്. ഓക്കെ, സോ അൺഅക്കാഡമിയിൽ നിങ്ങൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രോപ്പർ അനാലിസിസ് തന്നെ തരും. ഓക്കെ, ജസ്റ്റ് നമ്മളിപ്പോൾ പലപ്പോഴും മോക്ക് ടെസ്റ്റുകൾ എടുത്ത് നമ്മൾ നെഗറ്റീവ്സും അതുപോലെ തന്നെ നമ്മളുടെ കറക്റ്റ് ആൻസേഴ്സും മാർക്ക് ചെയ്ത് നമ്മൾ നമ്മളുടെ ഒരു എക്സ്പെക്റ്റഡ് മാർക്കിലേക്ക് എത്തിച്ചേരും. അതല്ല ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എത്ര ടൈം എടുത്തു, ഓക്കെ, അല്ലെങ്കിൽ ആ പരീക്ഷ എഴുതിയവരിൽ നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ്, ടോപ്പർ എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്, ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ നെഗറ്റീവ് ആൻസർ, അതിന്റെ കറക്റ്റ് ആൻസർ എന്തായിരുന്നു, അങ്ങനെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് തന്നെ തരും. സോ നിങ്ങളുടെ ഏത് ഏരിയയിലാണ് നിങ്ങൾ വീക്ക് ആയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. ആ ഏരിയയിൽ കൂടുതൽ അൺഅക്കാഡമി പ്ലസ് വീഡിയോസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൂടുതൽ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം തന്നെ അൺഅക്കാഡമി പ്ലസ് ഒരുക്കുന്നുണ്ട്. ദെൻ സ്റ്റഡി മെറ്റീരിയൽസ്, ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്താണ് ധാരാളം സമയം പോകാറുള്ളത്. പക്ഷേ എല്ലാം PDF ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റഡ് കോപ്പി ആയിട്ട് എടുത്തു വെച്ച് സൂക്ഷിക്കാം. നിങ്ങൾ കൺവെൻഷനലി നോട്ട് എഴുതേണ്ട ഒരാവശ്യവും നിങ്ങളൊരു അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബർ ആണെങ്കിൽ വരുന്നില്ല. ദെൻ അൺഅക്കാഡമിയുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടർ പാക്ക് 1 മന്ത് മുതൽ 2 വർഷം വരെ നീണ്ടു നിൽക്കുന്ന പാക്കേജസ് അൺഅക്കാഡമി പ്ലസിലുണ്ട്. സോ എപ്പോഴും എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസിനോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് വലിയ പാക്കേജസ് എടുക്കുന്നതായിരിക്കും അക്കാഡമിക്കലി അതുപോലെ തന്നെ എക്കണോമിക്കലി നിങ്ങൾക്ക് ഏറ്റവും അധികം ബെനിഫിഷ്യൽ ആയിട്ട് വരാൻ പോകുന്നത്. കാരണം നമ്മൾ ചെറിയ 1 മന്ത് പാക്ക് അല്ലെങ്കിൽ 3 മന്ത് പാക്കെല്ലാം എടുത്തു കഴിഞ്ഞാൽ ആ 3 മാസം കഴിഞ്ഞ് വരുന്ന എക്സാമിനൊന്നും നമുക്ക് കണ്ടന്റുകൾ ഉണ്ടാവില്ല നമ്മളുടെ കയ്യിൽ, അല്ലെങ്കിൽ അൺഅക്കാഡമി പ്ലസിലെ ലേറ്റസ്റ്റ് കണ്ടന്റുകളൊന്നും നമുക്ക് ലഭിക്കാതെ വരും.
സോ കഴിവതും മൾട്ടിപ്പിൾ എക്സാംസ് ട്രൈ ചെയ്യുന്ന ആസ്പിറൻസ് എപ്പോഴും വലിയ പാക്കേജസ് എടുക്കുക. ദെൻ ജസ്റ്റ് നിങ്ങളൊരു സ്റ്റാർട്ടറാണ്, അൺ അക്കാഡമി പ്ലാറ്റ്ഫോം ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 1 month പ്ലാൻ എടുക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ പാക്കേജസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. സോ 1 monthന്റെ പാക്ക് അറൌണ്ട് 1260 rupees ആണ് അതിന്റെ ചാർജ് എന്ന് പറയും. ഓക്കെ, സോ നിങ്ങളൊരു സ്റ്റാർട്ടർ ആയിട്ട് നിങ്ങൾക്ക് ആ പ്ലാൻ യൂസ് ചെയ്യാം. ദെൻ നിങ്ങൾ തൊട്ടടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു 90 daysനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു എക്സാം മാത്രമാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്ലാൻ ഒരുപക്ഷെ 3 months പ്ലാൻ ആയിരിക്കും. ബട്ട് പേഴ്സണലി ഞാൻ എപ്പോഴും വലിയ പാക്കേജസ് ആണ് ആസ്പിറൻസിന് പ്രിഫർ ചെയ്യുന്നത്. സോ 3150 rupees ആണ് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ മന്ത്ലി 1050 rupees വരും. ഓക്കെ, ദെൻ നമ്മളുടെ ഒരു മീഡിയോക്കർ പ്ലാൻ ആണ് 6 months പ്ലാൻ എന്ന് പറയുന്നത് 5040 rupees ആണ് പെർ മന്ത്. വെറും 840 രൂപ മാത്രമേ വരുന്നുള്ളൂ. ദെൻ ആനുവൽ പ്ലാൻസ്. ഓക്കെ, സോ അത് അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ആ എക്സാമിനേഷൻ ഇയറിൽ വരുന്ന അല്ലെങ്കിൽ ആ എക്സാമിനേഷൻ കലണ്ടറിലെ എല്ലാ എക്സാംസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ ജസ്റ്റ് 6300 rupees മാത്രമേ ഉള്ളൂ. 525 rupees ആണ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, ദെൻ 2 year സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 2 year സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ 7560 rupees ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്ക് വരുന്നത്. സോ മന്ത്ലി വെറും 315 rupees മാത്രമേ വരുന്നുള്ളൂ. ദെൻ നിങ്ങൾക്ക് ഈ കോസ്റ്റിന്റെ കൂടെ അഡീഷണലി ഒരു 10% ഓഫ് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡായ ഈ താഴെ കാണുന്ന Arun01. ഓക്കെ, ഈ സബ്സ്ക്രിപ്ഷൻ കോഡ് നിങ്ങളൊന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തുണ്ട്, അഡീഷണൽ 10% ഓഫ് ഉണ്ട്. ഓൾസോ നോ കോസ്റ്റ് EMI ഓപ്ഷൻ അവൈലബിൾ ആണ് ഈ 6 months, 12 months, 24 months പാക്കേജസിന്. ഓക്കെ, സോ എല്ലാവരും പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക, എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡ് അടിച്ചു കൊടുക്കുക, അൺ അക്കാഡമിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടന്റ് ആക്സസ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രസിഡന്റിനെ കുറിച്ചാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഓഫീസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പ്രസിഡന്റിന്റെ ഓഫീസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ്, റിമൂവൽ, ഓക്കെ, അദ്ദേഹത്തിന്റെ എലക്ഷൻ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾസോ നമ്മളെപ്പോഴും നമ്മളുടെ ലെസന്റെ അവസാനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ MCQs നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമുക്കറിയാം ഇന്ത്യയുടെ കറന്റ് പ്രസിഡന്റ് ഈസ് രാംനാഥ് കോവിന്ദ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ്. സോ നമുക്ക് കിടക്കാം. സോ നമുക്ക് ഫസ്റ്റ് പ്രസിഡൻഷ്യൽ എലക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പലപ്പോഴും പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. തീർച്ചയായിട്ടും ഒരു MP യിൽ നിന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തെടുക്കുന്ന ഒരാളാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് ഇലക്ഷൻ ആണ് പാർലമെന്റിലേക്കൊക്കെ നടക്കുന്നത്. ബട്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ എന്താണ്, നമ്മൾ ആരും വോട്ട് ചെയ്യുന്നില്ല. ബട്ട് പ്രസിഡന്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രസിഡന്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ്, ECI തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ മാത്രമേ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ECI, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ആരൊക്കെയാണ് വോട്ട് ചെയ്യുന്നത് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. സോ പ്രസിഡൻഷ്യൽ ഇലക്ഷന് വോട്ട് ചെയ്യാൻ എന്തുണ്ട്, ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അവർക്ക് മാത്രമേ ആ വോട്ട് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവർക്കും പോയിട്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ടറൽ കോളേജ്. ഓക്കെ, ഇലക്ടറൽ കോളേജ്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നത് ഒരു ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളായ ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. സോ നമുക്ക് നോക്കാം ഇലക്ടറൽ കോളേജിൽ ആരൊക്കെയാണുള്ളത്. ഫസ്റ്റ്, elected members of both houses of parliament. ഓക്കെ, നമ്മളുടെ പാർലമെന്റിൽ എന്തുണ്ട്, 2 സഭകളുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ലോക്സഭ, രാജ്യസഭ. ഓൾസോ ആ 2 സഭകളിലും എലക്ട് ചെയ്യപ്പെട്ട അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളുണ്ട്. ബട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾ ഈ ഇലക്ടറൽ കോളേജിൽ വരുന്നില്ല. ആര് മാത്രമേ വരുന്നുള്ളൂ? എലക്റ്റഡ് മെമ്പേഴ്സ്. ഓക്കെ, സോ നമ്മളുടെ 2 സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളാണ്. ദെൻ നെക്സ്റ്റ്, നമ്മളുടെ സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഓക്കെ, എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ്. സംസ്ഥാന നിയമസഭയിലെ നോമിനേറ്റഡ് അല്ലാത്ത എലക്ട് ചെയ്ത അംഗങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കണം, ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്, ഒരിക്കലും ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങൾ വരുന്നില്ല അല്ലെ. പല സംസ്ഥാനങ്ങളിലും നിയമസഭയിൽ എന്തുണ്ടാവും, 2 ചേംബർ ഉണ്ടാവും. ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവും, ഓൾസോ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. അപ്പൊ കർണാടക, മഹാരാഷ്ട്ര മുതലായ സംസ്ഥാനങ്ങൾക്കൊക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൂടെ ഉണ്ട്.
ബട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലെ അംഗങ്ങൾ ആരും പ്രസിഡന്റിന്റെ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളല്ല, ജസ്റ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, അത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ എലക്റ്റഡ് അംഗങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ബട്ട് പാർലമെന്റിന്റെ കേസിൽ എന്താണ്, രണ്ട് ഹൗസസിലെയും രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ വരുന്നുണ്ട്. ഓൾസോ നെക്സ്റ്റ്, elected members of the legislative assemblies of union territory. നമുക്കറിയാം, നമുക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അതിലെ പല കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എന്ത് നടക്കുന്നുണ്ട്, അവിടെ സംസ്ഥാന നിയമസഭകളുണ്ട്. ഇപ്പൊ പുതുച്ചേരി, ഓക്കെ, ഗോവ, ദെൻ ഡൽഹി, കറന്റ് ജമ്മു ആൻഡ് കാശ്മീരിലെ. ഓക്കെ, സോ അവിടങ്ങളിലൊക്കെ എന്തുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലികളുണ്ട്. സോ അത്തരം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും elected members. സോ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ elected members മാത്രമേ ഉള്ളൂ, നോമിനേറ്റഡ് മെമ്പേഴ്സ് ആരുമില്ല. ദെൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങൾ, ദെൻ ഓൾസോ പാർലമെന്റിന്റെ രണ്ട് ഹൗസിലെ അംഗങ്ങൾ ചേർന്നിട്ടാണ് പ്രസിഡന്റിന്റെ ഇലക്ട്രൽ കോളേജ് കംപ്ലീറ്റ് ആവുന്നത്. സോ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ചേർന്നിട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്തല്ല, ഡയറക്റ്റ് ഇലക്ഷൻ അല്ല, അതൊരു ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നില്ല. ഓക്കെ, ജനങ്ങൾ ഇൻഡയറക്ട്ലി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവർ തെരഞ്ഞെടുക്കപ്പെട്ട, നമ്മളെ US പ്രസിഡൻഷ്യൽ ഇലക്ഷനൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, എങ്ങനെയാണ്, പ്രസിഡന്റിനെ നേരിട്ട് തെരഞ്ഞെടുക്കുക അല്ലല്ലോ, അല്ലെ? പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്യും, ഗവർണർമാരെ തെരഞ്ഞെടുക്കും. ദെൻ ആ ഗവർണർമാരെ ആരെ തെരഞ്ഞെടുക്കും, പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. ഓക്കെ, സോ അതാണ് അമേരിക്കൻ സിസ്റ്റം. ഓക്കെ, നമ്മളുടെ സിസ്റ്റവും നമ്മളുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനും അതിനോട് സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. ചില ഡിഫറൻസസ് ഉണ്ട്, ബട്ട് ഫണ്ടമെന്റലി പ്രൊസീജിയർ വൈസ് വളരെയധികം സിമിലർ ആണ്. ദെൻ ഇനി നമ്മൾ പഠിക്കേണ്ടത് പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ കാൽക്കുലേഷൻ ഓഫ് വോട്ട്, അല്ലെ? അപ്പൊ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭ ഇലക്ഷൻ, അതിനൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളുടെ വോട്ടിനെ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, ഓരോ വോട്ട്, അല്ലെ? നമ്മൾ ആർക്ക് വോട്ട് ചെയ്താലും അത് ഒരു വോട്ടായിട്ടേ കൺസിഡർ ചെയ്യൂ. ദെൻ എനി പേഴ്സൺ, ഏത് സംസ്ഥാനത്തെ ഏത് പേഴ്സൺ വോട്ട് ചെയ്താലും അതെല്ലാം സിംഗിൾ വോട്ടുകളാണ്, 1 വോട്ടാണ്. അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 1 ആണ്. ഈക്വൽ വെയിറ്റേജ് ആണ് മറ്റ് ഇലക്ഷൻസിലെ എല്ലാ വോട്ടുകൾക്കും ഉള്ളത്. ബട്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമല്ല, കാര്യമായിട്ട് തന്നെ വ്യത്യാസമുണ്ട്. ആ വോട്ടുകൾക്കൊക്കെ ഓരോ വാല്യൂ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ നാട്ടിലെ MLA, ഓക്കെ, കേരളത്തിലെ MLAയുടെ വോട്ട് വാല്യൂ ആയിരിക്കില്ല തമിഴ്നാട്ടിലെ MLAയുടെ വോട്ട് വാല്യൂ. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിലെ MPയുടെ വോട്ട് വാല്യൂ ആയിരിക്കില്ല തമിഴ്നാട് MPയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ MPയുടെ വോട്ട് വാല്യൂ ഇൻ കേസ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ വോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റ് നോക്കാം MLAയുടെ വോട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ MLAയുടെ വോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റിന്റെ ജനസംഖ്യ എത്രയാണോ അതിനെ ടോട്ടൽ നമ്പർ ഓഫ് എലക്റ്റഡ് മെമ്പേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വെച്ച് നമ്മൾ ഹരിക്കും. ഇപ്പൊ കേരളത്തില് 4 കോടിയാണ് പോപ്പുലേഷൻ എന്ന് വെക്കും. സോ 4 കോടി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലക്റ്റഡ് മെമ്പേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് അസംബ്ലി. നമ്മുടെ സ്റ്റേറ്റ് അസംബ്ലിയിൽ എത്ര പേരാണ് എലക്ട് ചെയ്യുന്നത്, 140, അല്ലെ? 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ സംസ്ഥാനത്തിന്റെ 4 കോടി ജനസംഖ്യ ഡിവൈഡഡ് ബൈ 140 ഇൻറ്റു 1/1000. ഓക്കെ, സോ ഇത്രയും ചെയ്യുമ്പോൾ ഏത് സംഖ്യയാണോ കിട്ടുന്നത് ആ സംഖ്യയാണ് നമ്മളുടെ MLAയുടെ മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂല്യം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അദ്ദേഹത്തിന്റെ വോട്ട് മൂല്യമാണ് നമ്മൾ പറയുന്നത്. സോ ഇതെങ്ങനെയൊക്കെ ചേഞ്ച് വരാം, സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ മാറുന്ന സമയത്ത് വോട്ട് വാല്യൂവിൽ ചേഞ്ച് വരാം. ഓക്കെ, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ കൂടുന്ന സമയത്തും വോട്ട് വാല്യൂവിൽ ചേഞ്ച് വരാം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് വേരി അക്രോസ് സ്റ്റേറ്റ്സ്, അല്ലെ? ഓരോ സ്റ്റേറ്റിലെയും MLAക്ക് ഓരോ വോട്ട് വാല്യൂ ആയിരിക്കും ഉണ്ടാവും. സോ വോട്ട് വാല്യൂ ഓഫ് MLA is equal to total population of the state divided by total number of elected members in the state assembly into 1/1000. ഇപ്പോൾ ചില sometimes statement question ആയിട്ടൊക്കെ ചോദിക്കാം. So when the population of a state vary, in the question വരാം, the vote value of MLA changes 1 when the state population of the state changes, when the number of constituencies get increased. ഓക്കെ, സോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ഇത് വെച്ചിട്ട് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഉദാഹരണം ഉണ്ടാക്കി വെക്കുക എങ്ങനെയാണ് MLAയുടെ ഒക്കെ വോട്ട് മൂല്യം കണക്കാക്കുന്നത്. ദെൻ ഇനി നമ്മൾ പഠിച്ചു MLA അംഗങ്ങളാണ്, അതുപോലെ തന്നെ ആരുണ്ട്, MPകളും നമ്മളുടെ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളാണ്. സോ വോട്ട് വാല്യൂ ഓഫ് ആൻ MP, ഒരു MPയുടെ വോട്ട് മൂല്യം എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് ഓൾ MLAs ഇൻ ദ സ്റ്റേറ്റ്. ഓക്കെ, സോ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു MLAയുടെ വോട്ട് വാല്യൂ കിട്ടും. സോ അതേ ഇൻറ്റു 140 ചെയ്തു കഴിഞ്ഞാൽ എത്ര MLAs ഉണ്ടോ അത്ര MLA മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, MLAമാരുടെ ആകെയുള്ള വോട്ട് മൂല്യം കിട്ടും. സോ അതാണ് ഈ പറയുന്ന ടോട്ടൽ വാല്യൂ ഓഫ് വോട്ട് ഓഫ് ഓൾ MLAs ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ഡിവൈഡഡ് ബൈ
ടോട്ടൽ നമ്പർ ഓഫ് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരും, നമുക്ക് 20 ആണ് വരിക അല്ലെ. കേരളത്തിലും 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. അപ്പൊ നമ്മളുടെ MLA-മാരുടെ ആകെ മൂല്യം ഡിവൈഡഡ് ബൈ നമ്മളുടെ പാർലമെന്റ് മണ്ഡലങ്ങളുടെ എണ്ണം 20. അതാണ് നമ്മളുടെ നാട്ടിലെ ഒരു MP-യുടെ വോട്ട് മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ യൂണിയൻ ടെറിട്ടറി വരികയാണെങ്കിൽ ഇത് തന്നെ, യൂണിയൻ ടെറിട്ടറിയുടെ പോപ്പുലേഷൻ എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ ആ യൂണിയൻ ടെറിട്ടറിയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എത്ര പേരെ തെരഞ്ഞെടുത്തു ഇൻറ്റു 1/1000. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഒരു 1/1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. 1/1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് തന്നെയാണ് അർത്ഥം. ബട്ട് MPs-ന്റെ കേസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ദെൻ കോട്ട ഓഫ് വോട്ട്സ്. നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഇലക്ഷൻ അല്ലെ, നമ്മളുടെ ജനറൽ ഇലക്ഷൻ ഒക്കെ നടക്കുമ്പോൾ എങ്ങനെയാണ് ഒരാളെ നമ്മൾ തെരഞ്ഞെടുത്തതായിട്ട് പ്രഖ്യാപിക്കുക. ഒരു മണ്ഡലത്തിൽ ഇലക്ഷൻ നടക്കുകയാണ്, 4 സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ, ഇപ്പോൾ മറ്റേ ആളേക്കാൾ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ആളേക്കാൾ ഒരു വോട്ട് കൂടുതൽ കിട്ടിയാലും അയാളെ നമ്മൾ വിജയമായിട്ട് പ്രഖ്യാപിക്കും. 1,00,000 വോട്ട് കൂടുതൽ കിട്ടിയാലും അയാളെ വിജയമായിട്ട് പ്രഖ്യാപിക്കും. പക്ഷേ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അതല്ല അവസ്ഥ എന്ന് പറയുന്നത്. ഒരു കോട്ടയുണ്ട്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് വോട്ട്, ഇത്ര % വോട്ട് അല്ലെങ്കിൽ ഇത്ര സെറ്റ് ഓഫ് വോട്ടുകൾ നേടിയാൽ മാത്രമേ ഒരാൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് എന്നാണ് മറ്റേ സിസ്റ്റത്തെ പറയുക. അതായത് ആര് ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നോ മറ്റൊരാളെക്കാളും അയാൾ എന്ത് പറയും, വിജയിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ബട്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം അല്ല, പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ്. അത് പ്രകാരം ഒരു കോട്ടയുണ്ട്, ഒരു ഡെസിഗ്നേറ്റഡ് എമൗണ്ട് ഓഫ് വോട്ട് ഉണ്ട്. അത്രയും വോട്ടുകൾ അദ്ദേഹം നേടിയാൽ മാത്രമേ അദ്ദേഹത്തിന് എന്താവാൻ സാധിക്കുള്ളൂ, ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ സാധിക്കുള്ളൂ. സോ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട് പോൾഡ്. നമ്മളുടെ രാഷ്ട്രപതി ഇലക്ഷനിൽ എത്ര വോട്ടുകൾ കിട്ടി, അതിൽ വാലിഡ് ആയ വോട്ടുകളുടെ എണ്ണം എത്രയാണ്, അതേ ഹരിക്കണം 2+1. ഓക്കെ, അപ്പൊ എന്താ, ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ പകുതിയിലധികം നേടണം. ഓക്കെ, അപ്പൊ 100 വോട്ടുകളാണ് രാഷ്ട്രപതി ഇലക്ഷനിൽ പോൾ ചെയ്ത വാലിഡ് വോട്ടെങ്കിൽ 51 വോട്ടെങ്കിലും നേടിയാൽ മാത്രമേ, അല്ലെ, സോറി ക്ഷമിക്കുക, ഓക്കെ യെസ്, 100 വോട്ടാണെങ്കിൽ 51 വോട്ടുകൾ, 100 ഡിവൈഡഡ് ബൈ 2, 50 + 1 51. ഓക്കെ, സോ 51 വോട്ട് നേടിയാൽ മാത്രമേ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കും. ഇനി 1000 ആണെങ്കിൽ എന്താണ്, 501 വോട്ടുകൾ വേണം. വാലിഡ് വോട്ടുകളാണ്, ടോട്ടൽ വോട്ടുകളല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാലിഡ് വോട്ട് എന്ന് വെച്ചാൽ അസാധുവായ വോട്ടുകളൊക്കെ നമ്മൾ ഒഴിവാക്കും. ഓക്കെ, സോ സാധുവായ വോട്ടുകളുടെ പകുതിയിലധികം നേടുന്ന ഒരാൾക്ക് മാത്രമേ രാഷ്ട്രപതി ആവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ അതാണ് രാഷ്ട്രപതി ഇലക്ഷന്റെ കോട്ട. അപ്പൊ നമ്മൾ മൂല്യം കണക്കാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ആ പ്രക്രിയയിലേക്ക് കടക്കാം. ഓക്കെ, സോ രാഷ്ട്രപതി ഇലക്ഷൻ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വിത്ത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. ഓക്കെ, ആ വേർഡിംഗ് ഒന്ന് നോക്കുക, എന്താണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് കിടക്കാം എങ്ങനെയാണ് രാഷ്ട്രപതി ഇലക്ഷന്റെ ആ ഒരു കാൽക്കുലേഷൻ, എങ്ങനെയാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എത്തുന്നത് നമുക്ക് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മളുടെ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾക്കെല്ലാം ബാലറ്റ് പേപ്പർ കൊടുക്കും. ഓക്കെ, സോ ഈ ബാലറ്റ് പേപ്പറിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ഏതെങ്കിലും ഒരു കീ നമ്മൾ പ്രസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നമുക്കല്ലാതെ ഫസ്റ്റ് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുക, ദെൻ സെക്കൻഡ് മറ്റൊരു കാൻഡിഡേറ്റിന്, തേർഡ് മറ്റൊരു കാൻഡിഡേറ്റിന്, അങ്ങനെ വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. ഡയറക്റ്റ് ഇലക്ഷനിൽ പങ്കെടുക്കുന്ന സാധാരണ ജനങ്ങളായ നമുക്ക് അവൈലബിൾ അല്ല. ബട്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ എന്തുണ്ട്, അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് ഒരു ബാലറ്റ് പേപ്പർ കൊടുക്കുകയാണ്. ഓക്കെ, അതിൽ 4 കാൻഡിഡേറ്റ് ഉണ്ട്, A, ഓക്കെ, ദെൻ B, ദെൻ C, ദെൻ D. ഓക്കെ, സോ അപ്പോൾ നമ്മളുടെ വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വോട്ടർക്ക് 4 പ്രിഫറൻസ് ഉണ്ട്. ഒരാളെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, വേറൊരാളെ സെക്കൻഡ് ആക്കാം, വേറെ ഒരാളെ തേർഡ് ആക്കി സെലക്ട് ചെയ്യാം, വേറെ ഒരാളെ ഫോർത്ത് ആക്കിയിട്ട് സെലക്ട് ചെയ്യാം. സോ ഇങ്ങനെയാണ് രാഷ്ട്രപതി ഇലക്ഷന് വോട്ട് ചെയ്യാം. എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടോ, അപ്പോൾ 2 കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഒരാൾക്ക്, സെക്കൻഡ് പ്രിഫറൻസ് ഒരാൾക്ക്. സോ ഇങ്ങനെയാണ് രാഷ്ട്രപതി ഇലക്ഷനിൽ നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ബാലറ്റ് പേപ്പർ ടു ദ മെമ്പർക്ക് ബാലറ്റ് പേപ്പർ കൊടുത്തു, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ പ്രിഫറൻസ് മാർക്ക് ചെയ്തു. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രിഫറൻസ് മാർക്ക് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട്സ് ആർ കൗണ്ടഡ്. ഇപ്പൊ ഇതില് ഈ ബാലറ്റ് പേപ്പറിൽ ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയത് ആർക്കാണ്, ബിക്കാണ്. ഓക്കെ, എന്നാൽ മറ്റൊരു ബാലറ്റ് പേപ്പറിൽ സിക്ക് ആയിരിക്കും, മറ്റൊന്നിന് ഡിക്ക് ആയിരിക്കും.
അപ്പൊ അങ്ങനെ ഒന്നാം സ്ഥാനം മാർക്ക് ചെയ്യപ്പെട്ട വോട്ടുകളെല്ലാം കൂടെ കൗണ്ട് ചെയ്യും. ആർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്, അങ്ങനെയുള്ള എല്ലാവരുടെയും ഫസ്റ്റ് പ്രിഫറൻസുകൾ കൗണ്ട് ചെയ്യും. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കോട്ട കടന്നോ എന്ന് നോക്കും. നമ്മൾ കോട്ട കണക്കാക്കുന്നത് പഠിച്ചു. എങ്ങനെ ടോട്ടൽ വാലിഡ് വോട്ട്സ് അല്ലെ, തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് പോൾ ഡിവൈഡഡ് ബൈ 2 + 1. സോ അത് ആ സംഖ്യ കോട്ട ഏതെങ്കിലും കാൻഡിഡേറ്റ് എത്തിയോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പരിശോധിക്കും. ഓക്കെ, ദെൻ എത്തിയില്ല എന്ന് വിചാരിച്ചോളൂ. എത്തിയില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മൾ പരിശോധിക്കുന്നത് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് പ്രിഫറൻസ് കിട്ടിയ കാൻഡിഡേറ്റ് ഏതാണ് നോക്കും. സോ ഇതിൽ ഡിക്കാണ് നാലാമത്തെ പ്രിഫറൻസ് കിട്ടി. ഇങ്ങനെ ഒരുപാട് പേര് ഡിക്ക് കൊടുത്തിട്ടുണ്ട് ഫോർത്ത് പ്രിഫറൻസെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഡിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഡി ഓക്കെ, ഇവരൊക്കെ ഫസ്റ്റ് പ്രിഫറൻസ് ഡിക്ക് ആയിരിക്കും വോട്ട് ചെയ്തത്. സോ ഡീനെ എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ ഡിയുടെ ഫസ്റ്റ് പ്രിഫറൻസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഡീന് എന്താ ഉള്ളത്, ഡി ഫസ്റ്റ് പ്രിഫറൻസ് ആയി വെച്ചവര് സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് മറ്റെന്തെങ്കിലും കണ്ടിട്ടോ. അപ്പൊ ഇതില് ഡീനെ ഫസ്റ്റ് പ്രിഫറൻസ് ആണ്. ഈ ബാലറ്റ് പേപ്പറിൽ നോക്കൂ, ഇവിടെ ഡിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കുന്നവർ സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത് എ ആയിരിക്കും. ഓക്കെ, ബട്ട് വേറൊരു ബാലറ്റ് പേപ്പറിൽ ഡി ഫസ്റ്റ് പ്രിഫറൻസ് ആയി വെച്ചവര് സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് വെച്ചത് എന്തായിരിക്കും, സി ആയിരിക്കും. ദെൻ വേറൊരു ബാലറ്റ് പേപ്പറിൽ അദ്ദേഹം എ ആവാം. ഓക്കെ, വേറൊരാൾ ബി ആയിരിക്കും സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് വെച്ചിരിക്കുക. സോ ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡി ഫസ്റ്റ് പ്രിഫറൻസ് ആയി വെച്ചവരുടെ സെക്കൻഡ് പ്രിഫറൻസ് കൗണ്ട് ചെയ്യും. ആ സെക്കൻഡ് പ്രിഫറൻസ് ബാക്കിയുള്ളവർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ ഈ ബാലറ്റ് പേപ്പറിൽ സെക്കൻഡ് പ്രിഫറൻസ് ആരാണ്, ഫസ്റ്റ് പ്രിഫറൻസ് ഡി ആണ്, അത് ക്യാൻസൽ ചെയ്ത് പോയി. സെക്കൻഡ് പ്രിഫറൻസ് എനാണ്. ഓക്കെ, സോ എന് നമ്മളൊരു +1 ഇട്ട് കൊടുക്കും. സോ ഇതിൽ സെക്കൻഡ് പ്രിഫറൻസ് ഏതാണ്, സീനാണ്. ഓക്കെ, അപ്പൊ സിക്ക് ഒരു +1 ഇട്ട് കൊടുക്കും. ഇനി വേറെ ബാലറ്റ് പേപ്പറിൽ അദ്ദേഹത്തിന്റെ സെക്കൻഡ് പ്രിഫറൻസ് ഡി ഫസ്റ്റ് പ്രിഫറൻസ് ആയി മാർക്ക് ചെയ്ത ആള് സെക്കൻഡ് പ്രിഫറൻസ് ആയി വെച്ചത് എ ആണെങ്കിൽ പിന്നെയും നമ്മൾ എക്ക് ഒന്ന് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ വീണ്ടും അത് സെക്കൻഡ് റൗണ്ടിൽ കൗണ്ട് ചെയ്യും. ഓക്കെ, ദെൻ അങ്ങനെ കിട്ടുന്ന വോട്ടുകളിൽ ആരെങ്കിലും കോട്ട എത്തിയിട്ടുണ്ടോ നോക്കും. ഓക്കെ, കോട്ട എത്തിയാൽ അദ്ദേഹം എന്താ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ ലാസ്റ്റ് പ്രിഫറൻസ് കിട്ടിയ ആളെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ അയാളുടെ സെക്കൻഡ് പ്രിഫറൻസ് എടുക്കും. ഇപ്പൊ സി ആണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് പ്രിഫറൻസ് കിട്ടിയത് നമ്മുടെ സെക്കൻഡ് റൗണ്ടിലെങ്കിൽ നമ്മൾ സിനെ എലിമിനേറ്റ് ചെയ്യും. ദെൻ സിയുടെ സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് എക്കും ബിക്കും ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഫൈനലി നമ്മളൊരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഈ പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്, ബട്ട് മനസ്സിലാക്കിയാൽ മതി എന്താണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. സോ ഫൈൻ, ദെൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളും ആക്ഷേപങ്ങളും എല്ലാം എവിടെയാണ് പരിശോധിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആരാണ് അതിന് അന്തിമ തീരുമാനം കൽപ്പിക്കേണ്ടത്? തീർച്ചയായിട്ടും ആരാണ്, നമ്മളുടെ സുപ്രീം കോടതി തന്നെയാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത്. സോ സുപ്രീം കോടതിയുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഫൈനൽ ആയിരിക്കും. ദെൻ election of a president cannot be challenged on the ground that electoral college was incomplete. Okay, electoral college incomplete ആവുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ചില MP സീറ്റുകൾ വാക്കന്റ് ആവുക, അല്ലെങ്കിൽ ചില MLA സീറ്റുകൾ വാക്കന്റ് ആവുക. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഇലക്ട്രൽ കോളേജ് എന്ന് പറയാം. ബട്ട് ഇലക്ട്രൽ കോളേജ് ഇൻകംപ്ലീറ്റ് ആയി എന്നുള്ളത് പ്രസിഡൻഷ്യൽ ഇലക്ഷനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ട് അല്ല. ഓക്കെ, MLA മാരെ കുറച്ചു പേരില്ല എങ്കിൽ ആ സ്ഥാനങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് ഒഴിഞ്ഞു തന്നെ കിടന്നോട്ടെ. ഓക്കെ, ബാക്കിയുള്ളവരെ വെച്ച് ഇലക്ട്രൽ കോളേജിലെ വോട്ടിംഗ് പ്രോസസ്സുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ ഇലക്ട്രൽ കോളേജ് ഇൻകംപ്ലീറ്റ് ആണെന്നുള്ളത് ഒരു ഇഷ്യൂ അല്ല. Then if the presidential election is declared void by the Supreme Court, acts done by him before the date of such declaration of Supreme Court are not invalidated and continue to remain in force. അതായത് സുപ്രീം കോടതി പ്രസിഡൻഷ്യൽ ഇലക്ഷനെ റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹം പിന്നെ പ്രസിഡന്റ് ആയിട്ട് തുടരാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ബട്ട് അദ്ദേഹം അങ്ങനെ ഡിക്ലെയർ ചെയ്താലും ആ ഡിക്ലറേഷൻ വരുന്ന ഡേറ്റിന് മുമ്പ് വരെ അദ്ദേഹം ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങൾക്കും വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, സോ ഡിക്ലറേഷൻ വരുന്നതിന്റെ തലേ ദിവസം തൊട്ട് മുന്നുള്ള ദിവസം അദ്ദേഹം ഒപ്പിട്ട ഏതെങ്കിലും ഒരു ആക്ട്, ഓക്കെ, ഓൾസോ ഇപ്പോൾ അദ്ദേഹം എന്തെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, സ്റ്റേറ്റ് എമർജൻസി എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്, വാലിഡ് ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വോയിഡ് ആയി, അദ്ദേഹത്തിന്റെ ഇലക്ഷൻ റദ്ദ് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് റദ്ദ് ചെയ്യപ്പെടുന്ന തീയതിക്ക് മുമ്പെടുത്ത അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളൊന്നും റദ്ദാക്കപ്പെടുന്നില്ല, അതെല്ലാം കണ്ടിന്യൂ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ കാര്യം ഒന്ന് ഓർക്കുക. മോസ്റ്റ് പ്രോബബ്ലി
സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേരള PSCയുടെ മാറിയ പുതിയ പാറ്റേണിൽ നിന്ന്. സോ ജസ്റ്റ് ഫാക്റ്റുകൾ മാത്രമായിട്ട് പഠിച്ചു പോരുത്, ഇത്തരം കാര്യങ്ങൾ കൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത എന്താണ്? ഓക്കെ, ഭരണഘടന പറയുന്ന അടിസ്ഥാന യോഗ്യതകൾ ഇത്രയൊക്കെയാണ്. ഒന്ന്, അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ, സോ മറ്റൊരു രാജ്യത്തെ പൗരന് ഇന്ത്യയിൽ എന്താവാൻ പറ്റില്ല, ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ സാധിക്കില്ല. അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 2, 35 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഓക്കെ, സോ 35 നമ്മളുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഏജ് ബാർ എന്ന് പറയുന്നത്. സോ 35 വയസ്സ് കഴിഞ്ഞവർക്ക് ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള അവകാശമുണ്ട്. ദെൻ ക്വാളിഫൈഡ് ഫോർ ഇലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് ലോക്സഭ, അതായത് ഒരു ലോക്സഭയിലേക്ക് ഒരു MP ആയി തെരഞ്ഞെടുക്കപ്പെടാനുള്ള അർഹത അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതായത് ഒരു MP യുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണോ ആ ക്വാളിഫിക്കേഷൻസ് അദ്ദേഹം മീറ്റ് ചെയ്യപ്പെടണം. അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അയോഗ്യനാക്കിയിട്ടുണ്ടാവാനൊന്നും പാടില്ല എന്നതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു MP ആവാനുള്ള യോഗ്യത അദ്ദേഹം തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയും വളരെ മിനിമൽ ആയിട്ടുള്ള യോഗ്യതകൾ മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഓൾസോ ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ യൂണിയൻ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ എനി അതർ ലോക്കൽ അതോറിറ്റി ഓർ എനി അതർ പബ്ലിക് അതോറിറ്റി. അദ്ദേഹം ശമ്പളം കിട്ടുന്ന മറ്റ് പദവികളൊന്നും വഹിക്കാൻ പാടില്ല. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് ലാഭം കിട്ടുന്ന യാതൊരു ഏതെങ്കിലും PSUവിന്റെ ചെയർമാൻ ആയിട്ടോ ഒന്നും അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിക്കില്ല. ഓക്കെ, അതൊക്കെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരും എന്നതൊക്കെ കൊണ്ടാണ്. സോ ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് ദ പ്രോഫിറ്റ്. അദ്ദേഹം രാജ്യത്തിന്റെ തലവനാണ്, സർവ്വ സൈന്യാധിപനാണ്. അദ്ദേഹം ശമ്പളം കിട്ടുന്ന മറ്റ് പൊസിഷൻസുകളൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പെക്യൂനറി ബെനിഫിറ്റുകൾ, ലാഭമുള്ള മറ്റ് പൊസിഷൻസ് ഒന്നും അദ്ദേഹം വഹിക്കാൻ പാടില്ല. ദെൻ ഓത്ത്. ഓക്കെ, അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ. ആരാണ് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ചീഫ് ജസ്റ്റിസ്. ഓക്കെ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇനി ചീഫ് ജസ്റ്റിസിന്റെ ആബ്സെൻസിൽ എന്താണ്? സീനിയർ മോസ്റ്റ് ജഡ്ജ്, സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ ആയ മറ്റൊരു ജഡ്ജിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കാം. സോ ഇതൊരു ഫാക്റ്റ് ആണ്, ഇത് ഓർത്തു വയ്ക്കുക. ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ സത്യവാചകം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ടു ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് ഹിസ് ഓഫീസ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പൂർണ്ണ ബോധ്യത്തിലും വിശ്വാസത്തിലും എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ടു പ്രിസർവ്, പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോ. അല്ലെ, നമ്മളുടെ ഭരണഘടനയും രാജ്യത്തെ നിയമ സംവിധാനത്തെയും ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനെതിരെ പ്രതിരോധിക്കുന്നുള്ളതല്ല. ഓക്കെ, അതിനെതിരെ വരുന്ന മറ്റു വെല്ലുവിളികളെ പ്രതിരോധിക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ലോഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാൻഡേറ്ററി ഒബ്ലിഗേഷൻ ആണ്. ടു ഡിവോട്ട് ഹിംസെൽഫ് ടു ദ സർവീസ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി അദ്ദേഹത്തെ മുഴുവൻ സമയവും അദ്ദേഹത്തിന്റെ സർവീസ് ഉപയോഗിക്കപ്പെടും. സോ ഇതാണ് അദ്ദേഹത്തിന്റെ ഓത്ത് ഓഫ് ഓഫീസ്. അദ്ദേഹത്തിന്റെ സത്യവാചകത്തിൽ ഈ 3 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ കണ്ടീഷൻ ഓഫ് പ്രസിഡന്റ്സ് ഓഫീസ്. പ്രസിഡന്റിന്റെ ആ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് ആവണമെങ്കിൽ അദ്ദേഹം എന്തെല്ലാം കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഹി ഷുഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് ഐദർ ഹൗസസ് ഓഫ് ദ പാർലമെന്റ്. അദ്ദേഹം എന്താണ്? പാർലമെന്റിന്റെ 2 സഭകളുടെയും അംഗം ആയിരിക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? അംഗമാവാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം അംഗമാവാൻ പാടില്ല. പ്രസിഡന്റ് ആയിരിക്കുകയും ഏതെങ്കിലും ഒരു സഭയിൽ രാജ്യസഭ MP ആയിരിക്കാനും അദ്ദേഹത്തിന് അവകാശമില്ല. പ്രസിഡന്റ് ആയിരിക്കുകയും ലോക്സഭ MP ആയിരിക്കാനും അദ്ദേഹത്തിന് അധികാരമില്ല. അതുപോലെ തന്നെ MLA ആയിരിക്കാനും അധികാരമില്ല. ഓക്കെ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഒരു പോസ്റ്റും അദ്ദേഹം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇനി അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. അദ്ദേഹം ഒരു MP ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം സത്യവാചകം ചൊല്ലി അധികാരം ഏൽക്കുന്നതിന് മുമ്പ് അത്തരം സ്ഥാനങ്ങൾ രാജിവെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ MP ആയിപ്പോയി എന്നുള്ളത് പ്രസിഡന്റ് ആവുന്നതിനുള്ള ഒരു അയോഗ്യതയൊന്നുമല്ല. നമ്മളെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രണബ് കുമാർ മുഖർജി എല്ലാം MP ആയിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പലരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എല്ലാം വന്നിട്ടുണ്ട്. സോ അങ്ങനെ ആവുന്നതിന് നിയമപരമായിട്ട് യാതൊരു തടസ്സമില്ല. പക്ഷേ ഒരേ സമയം പ്രസിഡന്റും മറ്റൊരു ഹൗസിന്റെ മെമ്പറും ആയിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഏതെങ്കിലും രാജ്യസഭയോ ലോക്സഭയോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലോ അദ്ദേഹത്തിന് അംഗത്വമുണ്ടെങ്കിൽ അദ്ദേഹം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് അത്തരം സ്ഥാനങ്ങൾ രാജിവെക്കേണ്ടതാണ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, പെക്യൂനറി ബെനിഫിറ്റ്, സാമ്പത്തിക ലാഭം, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ
ഗവൺമെന്റിന്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പറ്റുന്ന ഒരു ഓഫീസും അദ്ദേഹം ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നതാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശമ്പളത്തിനും ആനുകൂല്യത്തിനും പുറമെ മറ്റ് വരുമാനം കിട്ടുന്ന ഓഫീസുകളൊന്നും അദ്ദേഹം ഹോൾഡ് ചെയ്യാൻ പാടില്ല. ദെൻ ഹി ഈസ് എൻറ്റൈറ്റിൽഡ് വിത്തൗട്ട് പേയ്മെന്റ് ഓൺ റെന്റ് യൂസ് ഹിസ് ഒഫീഷ്യൽ. ഓക്കെ, രാഷ്ട്രപതി ഭവൻ ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ പാർലമെന്റ് തീരുമാനിക്കുന്ന വിവിധ കാലഘട്ടങ്ങളിലുള്ള ആനുകൂല്യങ്ങൾ, അധികാരങ്ങൾ, അലവൻസുകൾ എല്ലാം അദ്ദേഹത്തിന് ലഭിക്കും. ദെൻ അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ കാലയളവിൽ ചുരുക്കാൻ പറ്റില്ല. അതായത് അദ്ദേഹത്തിന് ഒരു മാസം 1.5 ലക്ഷം രൂപ സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം എന്ത് ചെയ്യാൻ പറ്റില്ല, 1/2 ലക്ഷം ആക്കിയിട്ടോ 1 ലക്ഷം ആക്കിയിട്ടൊന്നും കുറയ്ക്കാൻ ഭരണഘടന അനുവദിക്കുന്നില്ല. ദെൻ ടേം ഓഫ് പ്രസിഡന്റ് ഓഫീസ് എത്രയാണ്? 5 വർഷത്തേക്കാണ് നമ്മൾ എലക്ട് ചെയ്യുന്നത്. ഓക്കെ, 5 വർഷം കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ്, വീണ്ടും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹത്തിന് റീ എലക്ട് ചെയ്യാം. ഓക്കെ, ഇന്ത്യൻ പ്രസിഡന്റിനെ വീണ്ടും എലക്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ. പല പ്രസിഡന്റ്സിനും സെക്കൻഡ് ടേം എല്ലാം കിട്ടിയിട്ടുണ്ട്. സോ 5 വർഷമാണുള്ളത്. അദ്ദേഹം റെസിഗ്നേഷൻ സമർപ്പിക്കുന്നത് ആർക്കാണ്? ഓക്കെ, പ്രസിഡന്റിന് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നെല്ലാം ഡിസ്ചാർജ് ചെയ്യാം, അദ്ദേഹത്തിന് റിസൈൻ ചെയ്യാം. അദ്ദേഹം റിസൈൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ആർക്കാണ് റെസിഗ്നേഷൻ സമർപ്പിക്കേണ്ടത്? ഇന്ത്യൻ പ്രസിഡന്റിനാണ് സമർപ്പിക്കേണ്ടത്. ദെൻ അദ്ദേഹത്തിന് 5 വർഷം കഴിഞ്ഞാലും അടുത്ത പ്രസിഡന്റ് വരുന്നത് വരെ അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് തുടരാം. ഓക്കെ, സോ ആ ഒരു ഫെസിലിറ്റി നമ്മളുടെ പ്രൈം മിനിസ്റ്റർക്കോ ബാക്കിയുള്ളവർക്കോ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ടെക്നിക്കലി നമുക്കത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പുതിയൊരു ഇലക്ഷൻ നമ്മൾ നിയമസഭയോ അല്ലെങ്കിൽ പാർലമെന്റോ എല്ലാം പിരിച്ചുവിട്ടിട്ടാണ് പുതിയൊരു ഇലക്ഷൻ വരുന്നത്. സോ ഒരു ഇലക്ഷൻ വന്നും അതിന്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആരാണോ മുഖ്യമന്ത്രി, ആരാണോ പ്രധാനമന്ത്രി, അവർ ഗവർണർക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് രാജി സമർപ്പിക്കും. അവർ പിന്നീട് കെയർടേക്കർ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ കെയർടേക്കർ CM ആയിട്ട് തുടരാൻ പറയാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തുടരുന്നു എന്നേ ഉള്ളൂ. ബട്ട് പ്രസിഡന്റിന്റെ കാര്യത്തിൽ അടുത്ത പ്രസിഡന്റ് വരുന്നത് വരെയും അദ്ദേഹത്തിന് ഓഫീസിൽ തുടരാം. സോ റീ എലക്ട് ചെയ്യാം. അദ്ദേഹത്തെ പുറത്തു കളയാൻ ഇംപീച്ച്മെന്റ് എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമാണ് നമുക്കുള്ളത്. ഓക്കെ, സോ ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ പ്രസിഡന്റിനെ പുറത്താക്കാൻ സാധിക്കുള്ളൂ. ദെൻ ഇംപീച്ച്മെന്റ് പ്രോസസ്സ്, എങ്ങനെയാണ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുക എന്നുള്ളതിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം എന്താണ്, പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കണം അദ്ദേഹത്തിനെതിരെയുള്ള. സോ ഇംപീച്ച്മെന്റ് പ്രോസസ്സിന് ഒരൊറ്റ ഗ്രൗണ്ടേ ഭരണഘടന പറയുന്നുള്ളൂ, വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഭരണഘടനാ ലംഘനം എന്നതാണ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള ചാർജ് എന്ന് പറയുന്നത്. സോ അത് കുറച്ച് വേഗമായ ഒരു ടേമാണ് ഭരണഘടനാ ലംഘനം എന്ന് പറയുന്നത്. സോ അതെന്താണെന്നുള്ളതും അദ്ദേഹം എന്ത് ലംഘനമാണ് നടത്തിയത് എന്നുള്ളതും പറയേണ്ടത് പാർലമെന്റിലാണ്. സോ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിക്കാം, ഏത് ഹൗസിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം, രാജ്യസഭയിൽ അവതരിപ്പിക്കാം, ലോക്സഭയിൽ അവതരിപ്പിക്കാം. സോ അതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സോ ദ ഇംപീച്ച്മെന്റ് പ്രോസസ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ഓൺലി ഇൻ രാജ്യസഭ. അങ്ങനെയുള്ള ഓൺലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താ, എവിടെ വേണമെങ്കിലും ഇംപീച്ച്മെന്റ് പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്യാം. Then the charges should be signed by 1/4 of the member of the houses. Okay, അപ്പൊ അദ്ദേഹത്തിനെതിരെ നമ്മൾ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അനുമതിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് 1/4 പേര് അതിനെ സമ്മതിക്കണം. ഓക്കെ, 1/4 പേര് ആ പ്രമേയ അവതരണത്തെ അനുകൂലിക്കണം. ദെൻ പ്രമേയം എങ്ങനെ പാസ്സാകണം? 2/3 ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാകണം. 2/3 ഭൂരിപക്ഷം എന്താണ്? ആ ഹൗസിന്റെ ടോട്ടൽ മെമ്പർഷിപ്പ്. ഓക്കെ, സോ 545 ആണെങ്കിൽ ലോക്സഭയിലാണെങ്കിൽ 545-ലെ 3/2 ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാവണം. രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭയുടെ അംഗത്വം എത്രയാണോ അതിൽ 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സാവണം. ഇതിനുശേഷം എന്ത് ചെയ്യും? ഒരു ഹൗസ് പാസ്സാക്കി കഴിഞ്ഞാൽ അടുത്ത ഹൗസിന് അയച്ചു കൊടുക്കും. രാജ്യസഭയാണ് ഈ പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്തതെങ്കിൽ രാജ്യസഭയിൽ അത് 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സാവുന്നു, ലോക്സഭയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് എന്താണ്? ആ കിട്ടുന്ന സഭ, ലോക്സഭയാവാം രാജ്യസഭയാവാം, അവരെന്ത് ചെയ്യും? ഈ ചാർജസ് അന്വേഷിക്കും. പ്രസിഡന്റിനെതിരെ ലെവൽ ചെയ്ത ആരോപണങ്ങളുടെ സത്യാവസ്ഥ അംഗീകരിക്കും. സോ അങ്ങനെയുള്ള അവസരങ്ങളിൽ എന്താണ്, പ്രസിഡന്റിന് പാർലമെന്റിൽ ഹാജരായി വിശദീകരണം കൊടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിക്കുന്ന അഡ്വക്കേറ്റിന് മുന്നിലൂടെ വന്നും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. സോ റൈറ്റ് ടു അപ്പിയർ ആൻഡ് ടു ബി റെപ്രസെന്റഡ് അറ്റ് സച്ച് ഇൻവെസ്റ്റിഗേഷൻ, ഈ അന്വേഷണ കാലയളവിൽ. ദെൻ ഇത് രണ്ടാമത്തെ ഹൗസും അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളെല്ലാം ശരിവെക്കുകയും അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുന്ന പ്രമേയം 2/3 ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കി കഴിഞ്ഞാൽ എന്താണ്, പ്രസിഡന്റ് ആ പ്രമേയം പാസ്സാകുന്ന തീയതി മുതൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താണ്. സോ അതാണ് ഇംപീച്ച്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഓർക്കേണ്ടത് വളരെ സിമ്പിൾ ആണ്. ഏത് ഹൗസിൽ വേണമെങ്കിലും ഇനീഷ്യേറ്റ് ചെയ്യാം.
ദെൻ പ്രമേയ അവതരണത്തിന് മുമ്പ് ആ പ്രമേയത്തെ 1/4 അംഗങ്ങളെ പിന്താങ്ങണം. ദെൻ പ്രമേയ അവതരണത്തിന് ശേഷം വോട്ടിനിടുന്ന ഘട്ടത്തിൽ സഭയുടെ ആകെ അംഗബലത്തിന്റെ 2/3 അംഗങ്ങൾ അതിനെ പിന്തുണയ്ക്കണം. ഒരു സഭ പിന്തുണച്ചു കഴിഞ്ഞാൽ അടുത്ത സഭയിലേക്ക് അയച്ചു കൊടുക്കും, അവരന്വേഷിക്കും. ആ സഭയിലും 2/3 ഭൂരിപക്ഷത്തോടു കൂടി പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യപ്പെടും. ദെൻ പ്രസിഡന്റിന്റെ ഓഫീസ് വാക്കന്റ് ആയാൽ എന്തെല്ലാം ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. സോ ഫസ്റ്റ് എന്താണ്, പുതിയൊരു പ്രസിഡന്റ് വരാനുള്ള ഇലക്ഷൻ ആണെങ്കിൽ ഔട്ട് ഗോയിങ് പ്രസിഡന്റ്, അതുവരെയുള്ള ഇൻകംബന്റ് പ്രസിഡന്റ് തന്നെ വീണ്ടും പ്രസിഡന്റ് ആയിട്ട് തുടരും പുതിയ പ്രസിഡന്റ് വരുന്നവരെ. സോ വെൻ വാക്കൻസി ഒക്കേഴ്സ് ഡ്യൂ ടു റെസിഗ്നേഷൻ, റിമൂവൽ, ഡെത്ത്, ഓക്കെ, അദ്ദേഹത്തിന്റെ രാജി അല്ലെങ്കിൽ ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കുക, അദ്ദേഹത്തിന്റെ മരണം, ഓക്കെ, ഇതിലൂടെ എല്ലാം പ്രസിഡൻഷ്യൽ ഓഫീസ് വാക്കൻസി വന്നാൽ ആരാണ്, വൈസ് പ്രസിഡന്റിന് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് ചുമതല ഏറ്റെടുക്കാനും ഇന്ത്യൻ പ്രസിഡന്റിന്റേതായ അധികാരങ്ങളെല്ലാം വിനിയോഗിക്കാനും സാധിക്കും. ഇനി വൈസ് പ്രസിഡന്റും വാക്കന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ പ്രസിഡന്റ് പോയി വൈസ് പ്രസിഡന്റിന്റെ ഓഫീസും വാക്കന്റ് ആണെങ്കിൽ ആരാണ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് എന്തായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും, ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അദ്ദേഹം ഇല്ല, ചീഫ് ജസ്റ്റിസ് ഇല്ലെങ്കിൽ ആരാണ്, സുപ്രീം കോടതിയിലെ മറ്റൊരു സീനിയർ ജഡ്ജിന് തീർച്ചയായിട്ടും ഒരു നമ്മളുടെ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. സോ പ്രസിഡന്റ് റിമൂവ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓഫീസ് വാക്കന്റ് ചെയ്യപ്പെട്ടാൽ വൈസ് പ്രസിഡന്റിന് ആക്ട് ചെയ്യാം. വൈസ് പ്രസിഡന്റും പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും അവൈലബിൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ മറ്റൊരു സീനിയർ മോസ്റ്റ് ജഡ്ജിന് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അത്രയാണ് നമുക്ക് ഇന്ന് പ്രസിഡന്റ് ഓഫീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി പ്രസിഡന്റിന്റെ അധികാരങ്ങളെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് റിവൈസ് ചെയ്തു പോകുന്നതോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തു പോകുന്നതെന്ന് പറയാം. സോ വിച്ച് ഇന്ത്യൻ ഷട്ടർ ഹാസ് ബീൻ നെയ്മഡ് ആസ് ദ അംബാസിഡർ ഓഫ് BWF's I Am Badminton ക്യാമ്പയിൻ. ഓക്കെ, I Am Badminton ക്യാമ്പയിൻ എന്ന BWFന്റെ അംബാസിഡർ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആരാണ്, വളരെ ഫെമിലിയർ ആണ്, D. PV സിന്ധു ആണ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the Prime Minister of India launched which among the following schemes on April 24, 2020 during his video conferencing with Grama Panchayat Sarpanch. ഓക്കെ, അതായത് പഞ്ചായത്ത് തലവന്മാരുമായുള്ള പ്രധാനമന്ത്രിയുടെ ഏപ്രിൽ 24 വീഡിയോ കോൺഫറൻസിംഗിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പ്രഖ്യാപിച്ച സ്കീം ഏതെന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഏതാണ് ആൻസർ? ആൻസർ ഈസ് A. ഓക്കെ, സ്വാമിത്വ സ്കീം. ഓക്കെ, സ്വാമിത്വ സ്കീമാണ് പ്രൈം മിനിസ്റ്റർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രഖ്യാപിച്ചത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം പണിഷ്മെന്റ് ഫോർ അറ്റാക്കിംഗ് ഹെൽത്ത് വർക്കേഴ്സ് ആസ് പെർ ദ ന്യൂ പ്രപ്പോസ്ഡ് അമെൻഡ്മെന്റ് ടു എപ്പിഡമിക് ഡിസീസ് ആക്ട് 1987? ഓക്കെ, 1987 പകർച്ചവ്യാധി നിയമത്തിന് നമ്മളിപ്പോൾ ഒരു ഭേദഗതി കൊണ്ടുവന്നു. സോ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചു കഴിഞ്ഞാൽ താഴെ കാണുന്നതിൽ ഏത് ശിക്ഷയാണ് ലഭിക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം. സോ ആൻസർ എത്രയാണ്? 7. ഓക്കെ, ഓപ്ഷൻ A, 7 വർഷം ശിക്ഷയാണ് കിട്ടുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ലോഞ്ച്ഡ് ഓപ്പറേഷൻ ഷീൽഡ് ടു കോംബാക്ട് COVID-19? COVID-19 പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഓപ്പറേഷൻ ഷീൽഡ് ആരംഭിച്ചത് ഏത് ഗവൺമെന്റ് ആണ് എന്നതാണ് ചോദ്യം. ഏതാണ് ആൻസർ? ഓപ്ഷൻ A, മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ നമുക്കറിയാമല്ലോ വലിയ രീതിയിൽ കോവിഡ് ബാധിച്ചൊരു സംസ്ഥാനമാണ്. സോ മഹാരാഷ്ട്രയാണ് അതിന്റെ ആൻസർ. ഓപ്പറേഷൻ ഷീൽഡ് ആരംഭിച്ചത് മഹാരാഷ്ട്ര. ദെൻ 22nd ക്വസ്റ്റ്യൻ, വിച്ച് നാഷൻ ലിഫ്റ്റഡ് ദ ടെമ്പററി ബാൻ ഇമ്പോസ്ഡ് ഓൺ എക്സ്പോർട്ട് ഓഫ് എസെൻഷ്യൽ ഡ്രഗ്സ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ പാരസെറ്റമോൾ? ഓക്കെ, സോ ഇത് വാർത്തയിലൊക്കെ വന്നതാണ്. ഇന്ത്യയും US-ഉമായിട്ട് ധാരാളം തർക്കങ്ങളെല്ലാം ഇതിന്റെ പേരിൽ നടന്നിരുന്നു. ഓക്കെ, ട്രംപ് ഇടപെട്ടു, ഹൈഡ്രോക്സി ക്ലോറോക്വിന്റെ എല്ലാം കയറ്റുമതി നിരോധനം എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഓക്കെ, സോ ഓപ്ഷൻ ഏതാണ്? ഇന്ത്യ ആണ്. ഓപ്ഷൻ D, ഇന്ത്യ. Then next, which among the following tribal groups is dominantly found in Blue Mountains? Blue Mountainsil കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻസർ D, ടോഡാസ് ആണ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following can be introduced in the രാജ്യസഭ? സോറി, cannot be introduced. രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പറ്റാത്തത് ഏവയാണ്?
താഴെ പറയുന്നത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഭരണഘടനാ ഭേദഗതി, CAG റിപ്പോർട്ട്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബിൽ ടു ആൾട്ടർ ദ ബൗണ്ടറീസ് ഓഫ് സ്റ്റേറ്റ്. ഏതാണ്? ഓപ്ഷൻ സി ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ബഡ്ജറ്റ് ആണല്ലേ. ബഡ്ജറ്റ് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല, ബഡ്ജറ്റ് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following features are borrowed by the Constitution of India from British Constitution? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, സോ ഓപ്ഷൻ എന്തൊക്കെയാണ്? റൂൾ ഓഫ് ലോ, ലോ മേക്കിംഗ് പ്രൊസീജിയർ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, പാർലമെന്ററി സിസ്റ്റം. ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 4 അല്ലെ. റൂൾ ഓഫ് ലോ, ലോ മേക്കിംഗ് പ്രൊസീജിയർ, പാർലമെന്ററി സിസ്റ്റം. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി നമ്മൾ US നിന്ന് എടുത്തൊരു ഫീച്ചറാണ്, അതൊരിക്കലും ബ്രിട്ടനിൽ നിന്ന് എടുത്ത ഫീച്ചർ അല്ല. സോ ഓപ്ഷൻ ഡി. Then 30, the National Commission of Women was created by. നമ്മളുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണെന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഭരണഘടന ഭേദഗതി ചെയ്താണ്. ഓപ്ഷൻ എ ഡിസിഷൻ ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓപ്ഷൻ സി an act passed by the പാർലമെന്റ്, പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഓർഡർ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രസിഡന്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ വന്നതാണ്. സോ എന്താണ് ആൻസർ? ഏതാണ്? യെസ്, നാഷണൽ വുമൻസ് കമ്മീഷൻ ആക്ട് പാർലമെന്റ് പാസ്സാക്കി. ഓപ്ഷൻ സി ആണ് ആൻസർ, an act passed by the parliament. Then who was the editor of the journal and Indian social reformer? ആരാണ് ഈ ജേർണലിന്റെ എഡിറ്റർ എന്നുള്ളതാണ് ചോദ്യം. അത് പക്ക സ്റ്റാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അതിന്റെ ആൻസർ ഏതാണ്? KN നടരാജനാണ് അതിന്റെ ആൻസർ. ഓക്കെ, സോ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പങ്കുവെക്കുക. ഓൾസോ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിന് ആ പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്യുക. ദെൻ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കോഡായ Arun01 നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വേളയിൽ ജസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ അടിച്ചു കൊടുക്കുക. യു വിൽ ഗെറ്റ് എ 10% flat off. Okay, so that's all about today's classes. Thank you and have a nice day.